എല്ലാവർക്കും നമസ്കാരം. ലിബീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു ടിക്കയാണ്. അത് നമ്മുടെ കറിവേപ്പില വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ടിക്കയാണ്. വളരെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കറിവേപ്പില തന്നെയാണ്. അപ്പോൾ ഞാൻ ഒരുപാട് മൂത്ത കറിവേപ്പില എടുക്കല്. പിന്നെ ഞാനൊരു 1/2 കിലോ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തേക്കുന്നത്. ചിക്കൻ ഫ്ലഷ് മാത്രമായിട്ട് എടുത്തേക്കാണ്. ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഉപ്പിയതിന് ശേഷം എടുത്ത് വെക്കുക. പിന്നെ നമുക്കിതിനകത്തോട്ട് ചേർക്കാനുള്ള മസാല ചേർക്കാം. ഞാനൊരു 5-6 വെളുത്തുള്ളി, നമുക്കെല്ലാം ഒരുമിച്ച് അങ്ങ് അരച്ചെടുക്കാം. സാധാരണ പോലെ ചേർക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു കഷ്ണം വേണ്ട ഇഞ്ചി. പിന്നെ അതിനകത്തോട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇച്ചിരിയേറെ കറിവേപ്പില വേണം കേട്ടോ. ഒരു പിടി കറിവേപ്പിലയോളം എടുക്കുന്നുണ്ട് ഏകദേശം. പിന്നെ ഇതിന് എരിവിനാവശ്യമായിട്ട് 4 പച്ചമുളക് ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചേർക്കുന്നില്ല, 4 എണ്ണേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 10 കാഷ്യൂനട്ട് ഇതേപോലൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ഏകദേശം 1 ടീസ്പൂണോളം ക്യുമിൻ സീഡ്, ജീരകം, 1 ടീസ്പൂണ് ജീരകം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കൂട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ തൈര് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഏകദേശം 2 ടേബിൾ സ്പൂൺ തൈരേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/2 മുറി നാരങ്ങ പിഴിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്കതിൻ്റെ ഇതേപോലൊരു ഫൈൻ പേസ്റ്റ് കിട്ടും. ഇതിനെ നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിലോട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. നമ്മളിതിനകത്ത് ഉപ്പ് ചേർക്കാതാണ് ഇപ്പോൾ അരച്ചേക്കുന്നത്. അപ്പോൾ ഈ കൂട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും വെച്ചിട്ട് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, ടിക്ക ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാര്യം കുറച്ചുകൂടി ഇതിനകത്ത് മസാല എല്ലാം പിടിക്കും. അറ്റ്ലീസ്റ്റ് 1 അവറെങ്കിലും നമുക്ക് വെക്കാം. 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ്. ഇതിനകത്തോട്ട് നമ്മൾ ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീം. ഇത് ചേർത്തില്ലെങ്കിലും സാരമില്ല, ചേർത്താൽ ഒരു ക്രീമി ടേസ്റ്റ് ആയിരിക്കും. ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ കറി ലീവ്സ് വെച്ചിട്ടുള്ള ഈ ടിക്ക ഗ്രില്ല് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ പച്ച ഈർക്കിലിയാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇതേപോലെ ചെറുതായിട്ട് മീഡിയം വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തേക്കാണ്. ഇതിനകത്ത് നമുക്ക് സ്ക്യൂവേഴ്സ് ഉള്ളവർ സ്ക്യൂവേഴ്സ് യൂസ് ചെയ്യാം. ഒരു 3 എണ്ണമൊക്കെ നമുക്ക് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ എല്ലാം നമുക്ക് ഇതേപോലെ ഫില്ല് ചെയ്തെടുക്കാം. നമ്മുടെ കറി ലീവ്സ് ടിക്കയ്ക്കുള്ള ചിക്കനൊക്കെ നമ്മൾ ഇതേപോലെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് ഞാനൊരു നോൺ സ്റ്റിക്ക് പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്കിന് അതിലോട്ട് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ 1 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയോ ബട്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഓയിൽ കൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ബട്ടറും ഓയിലും ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇതൊരു 7 മിനിറ്റ്, ഒരു 8 മിനിറ്റൊക്കെ മാക്സിമം മതി എല്ലാ സൈഡും ഒന്ന് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കുക്കാകുന്നത് അനുസരിച്ച് നമ്മൾ ഇതിൻ്റെ തന്നെ സൈഡ്സ് ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്താൽ അതിൻ്റെ എല്ലാ സൈഡും പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കായി കിട്ടും. അപ്പം മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പം തന്നെ അതിൻ്റെ എല്ലാ സൈഡും ഗ്രില്ലാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മൊത്തത്തിലൊരു 7-8 മിനിറ്റ്, മാക്സിമം ഒരു 8 മിനിറ്റൊക്കെ മതി. അല്ലെങ്കിൽ ഓവർ കുക്കായി കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായി പോകും. ചിക്കൻ്റെ എല്ലാ സൈഡും ഇപ്പം തന്നെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു സ്മോക്കി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോള് ഇതേപോലെ, ഒരു കനൽ ഇതേപോലെ കത്തിച്ചിട്ട് ചെറിയൊരു പാത്രം ഇതിലോട്ട് വെക്കുക. എന്നിട്ട് നമ്മൾ കത്തിച്ച കനലും കൂടെ വെച്ചിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കുക. ഏകദേശം ഒരു 1 മിനിറ്റ് ഇതേപോലെ തന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് അതിൻ്റെ ആ ഒരു പുകയൊക്കെ മാറുമ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ടിക്ക അല്ലെങ്കിൽ കബാബിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടും.
അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു സ്മോക്കി ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ഒഴിവാക്കിയാൽ മതി. അല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ പുകയൊക്കെ മാറി. അപ്പം നമ്മുടെ ചിക്കനിൽ ആ ഒരു സ്മോക്കി ഫ്ലേവറൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പം ഞാൻ എടുത്ത പോലെ നിങ്ങൾ ആരും ഈ പാത്രം കൈകൊണ്ട് എടുക്കല്ലേ. ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ കൈ പൊള്ളുന്നതായിരിക്കും. അപ്പം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ കറിവേപ്പില വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ടിക്ക അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. വളരെ ജ്യൂസി ആയിട്ടുള്ള ടെക്സ്ചറാണ്, കണ്ടില്ല. നമ്മൾ വിചാരിക്കും അകമൊന്നും വേഗത്തില്ലെന്ന്, പക്ഷേ നല്ല അടിപൊളി ടെക്സ്ചറാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.